പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, പാപം ചെയ്യാൻ ദൈവം ആരോടും കൽപ്പിച്ചിട്ടില്ല. പ്രഭാഷകൻ 15:20 തിരുവചനം പറയുന്നു, പാപം ചെയ്യാൻ അവിടുന്ന് ആരോടും കൽപ്പിച്ചിട്ടില്ല, ആർക്കും അനുവാദം കൊടുത്തിട്ടും ഇല്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യന് സ്വാതന്ത്ര്യം നൽകി. എന്നാൽ പാപം ചെയ്യുവാൻ അവിടുന്ന് ആരോടും കൽപ്പിച്ചിട്ടില്ല, ആർക്കും അനുവാദം കൊടുത്തിട്ടുമില്ല. ഈ ഭൂമിയിൽ മനുഷ്യന് എപ്രകാരം വേണമെങ്കിലും ജീവിക്കാം. പാപത്തിൻ്റെ വഴിയിൽ ജീവിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഈ ലോകം നമുക്ക് നൽകുന്നുണ്ട്. നാം പാപത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ചിട്ട് നമ്മുടെ വീഴ്ചയ്ക്ക് കാരണം കർത്താവാണെന്ന് നാം പറയരുത്. കർത്താവ് നല്ലവനാണ്. നമുക്ക് തിന്മയായിട്ടുള്ളതൊന്നും കർത്താവ് ചെയ്യുകയില്ല. കാരണം കർത്താവിൽ തിന്മ ഇല്ല. ദൈവം നമുക്ക് നൽകിയ സ്വാതന്ത്ര്യത്തെ നാം ദുരുപയോഗം ചെയ്യുമ്പോഴാണ്, തെറ്റായ വഴിയിലൂടെ നാം സഞ്ചരിക്കുമ്പോഴാണ് വീഴ്ചകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. നന്മ അറിഞ്ഞിട്ട് നന്മയിൽ ജീവിക്കുവാൻ നാം തീരുമാനമെടുക്കുമ്പോൾ അതിനുള്ള എല്ലാ മാർഗങ്ങളും യേശുവിൻ്റെ തിരുവചനങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. കൽപ്പനകളിലൂടെയും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രഭാഷകൻ 15:15 തിരുവചനം പറയുന്നുണ്ട്, മനസ്സ് വെച്ചാൽ കൽപ്പനകൾ പാലിക്കാൻ നിനക്ക് സാധിക്കും. വിശ്വസ്തതാപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. അപ്പോൾ ജീവനും മരണവും നമ്മുടെ മുൻപിൽ ഉണ്ട്. ഇഷ്ടമുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം. യേശു പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം കൂടിയാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന്. അപ്പോൾ ആഹാരം ഇല്ലാതായാൽ നമ്മുടെ ശരീരം നശിച്ചു പോകും. അതുപോലെ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ ഇല്ലാത്ത അവസ്ഥ വന്നാൽ, വചനമനുസരിച്ച് ജീവിക്കാത്ത അവസ്ഥ ഉണ്ടായാൽ നമ്മുടെ ആത്മനാശത്തിലേക്ക് അത് നയിക്കും. ജീവിതം, നമ്മുടെ ഈ ഭൂമിയിലെ ഹ്രസ്വമായ നമ്മുടെ ജീവിതം നാശത്തിൽ എത്തിച്ചേരുകയും ചെയ്യും. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6:63 യേശു പറയുന്നുണ്ട്, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. യേശുവിൽ വിശ്വസിച്ച് യേശുവിൻ്റെ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുമ്പോൾ പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് നാം സ്വതന്ത്രരാകുകയാണ് ചെയ്യുന്നത്. യേശു നമ്മെ സ്വതന്ത്രരാക്കും. സങ്കീർത്തനം 119:11 സങ്കീർത്തകൻ പറയുന്നുണ്ട്, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനങ്ങൾ സൂക്ഷിക്കാൻ നമുക്ക് ശ്രമിക്കാം. എല്ലാവർക്കും നല്ല സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അനുഗ്രഹപൂർണമായ ഒരു ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.